ആരിഫ് ഹുസൈൻ ആദ്യം ഇങ്ങനെ മിതവാദത്തിലൂടെ ഇങ്ങനെ പതുക്കെ പോയി ഇപ്പോ അബ്ദുള്ളയിലെ തീവ്രവാദി പൊടുന്നനെ അങ്ങ് ചാടിയിരിക്കുകയാണ്. അല്ല, അദ്ദേഹം പറയട്ടെ. താങ്കൾക്ക് പറയാനുള്ളതൊക്കെ പൂർത്തിയായല്ലോ. താങ്കൾ ഇനി അവിടെ ഇരുന്ന് കള്ളം പറയാതെ ദയവ് ചെയ്ത് പ്ലീസ് ആരിഫ് ഹുസൈൻ പറയുന്നത് കേൾക്കൂ. പോലത്തെ ഒരാളെ കൂടെ ഞാൻ ചർച്ചയ്ക്ക് തയ്യാറില്ല. ആരിഫ് ഹുസൈൻ ഹോമിയോപ്പതി എങ്ങനെയാണ്? ഒരു കാര്യം ചെയ്യാം, നാളെ മുതൽ BBC-യുടെ റിപ്പോർട്ടറെ കൊണ്ട് ഇരുത്താം സംവാദത്തിൽ. ഞാനൊരു അബ്ദുള്ള പോകുന്നതിന് മുന്നേ ദയവായിട്ട് എന്തായാലും അബ്ദുള്ള പറഞ്ഞത് പ്രകാരം ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ ഒരാൾ പോലും മരിച്ചിട്ടില്ല. അവിടെ മരിച്ച ഹിന്ദുക്കളുടെ എണ്ണം 0 ആണ് എന്ന് പറഞ്ഞതുകൊണ്ട്, 0 എന്ന് പറഞ്ഞാൽ 0 ആയതുകൊണ്ട് ഞാൻ അബ്ദുള്ളയെ ഇനി മുതൽ 0 അബ്ദുള്ള എന്ന് തന്നെ ഞാൻ വിളിക്കുകയുള്ളൂ. അദ്ദേഹം ആ 0 അല്ല, അവിടെ ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്ന അന്ന് ഞാൻ അബ്ദുള്ള എന്ന് വിളിക്കും. ഓക്കെ, എന്തായാലും അദ്ദേഹത്തിന് എല്ലാ ഭാവങ്ങളും നേരെയാണ്. അദ്ദേഹം BBC പഠിച്ച് വലിയ കുട്ടിയാവട്ടെ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പോട്ടെ, ഏതായാലും ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അബ്ദുള്ളയെ പോലെയുള്ള ആളുകൾ മിതമായിട്ട് തുടങ്ങി ഇതുപോലെ തീവ്രമായിട്ട് വരുന്നു എന്നുള്ള തോന്നൽ നിങ്ങൾക്കാണ്. എനിക്കതില്ല. കാരണം ഈ തക്കിയ കണ്ടു തന്നെയാണ് നമ്മൾ ഇതൊക്കെ ശീലിച്ചതും മനസ്സിലാക്കിയതും. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ടി വരുന്നത്. അതായത് തങ്ങൾക്ക് അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളിൽ മതേതരവാദിയാകും, ജനാധിപത്യവാദിയും, വസ്ത്ര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളും, അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളും, എല്ലാം അവിടെ നിലകൊള്ളും. അതേസമയം തങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലത്തെത്തിയാൽ അവിടെ പിന്നെ ജനാധിപത്യം വേണ്ട, അവിടെ പിന്നെ മതേതരത്വം വേണ്ട, അവിടെ പിന്നെ വസ്ത്ര സ്വാതന്ത്ര്യം വേണ്ട, അവിടെ ഇസ്ലാമിക നിയമം മതി, അവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം വേണ്ട, അവിടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് പകരം ഇസ്ലാമിക നിയമം മതി, നിങ്ങൾക്ക് മതം വിട്ടവനെ കൊല്ലാം എന്നുള്ള അടക്കമുള്ള നിയമങ്ങൾ ഇവിടെ നമ്മളിവിടെ ഒരു വിഷയം സംസാരിക്കുമ്പോൾ അവിടെ ഇതേപോലെ മുഹമ്മദ് നബിയെയും ഇസ്ലാമിനെയും വലിച്ചഴക്കുന്നത് ആരാണ്? ഞാനല്ലല്ലോ. ഇവിടെ ഇങ്ങോട്ട് പറഞ്ഞ് അങ്ങോട്ട് മറുപടി വരും. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി എന്ന് നമ്മളെപ്പോഴും പറയുള്ളൂ. ഇവിടെ ഇതൊന്നും പരാമർശിക്കുന്ന ഒരു ആവശ്യമില്ലാത്തടത്ത് നിങ്ങൾ പച്ചയായിട്ട് മൗദൂദിയെ കൊണ്ടുവന്ന് അതിനെ വെളുപ്പിക്കാൻ നോക്കുന്നു. ആ രീതിയിൽ മൗദൂദി ഇങ്ങനെ പാകിസ്ഥാൻ എതിരാണെന്നൊക്കെ പറഞ്ഞു വെച്ച് ഇതേപോലെ പറഞ്ഞു വെക്കുമ്പോൾ ഞാൻ ഒരിക്കൽ പറഞ്ഞു കഴിഞ്ഞു എന്താണ് മൗദൂദി ഉദ്ദേശിച്ചത്. മൗദൂദി പാകിസ്ഥാൻ എതിരായി നിന്നതിന്റെ കുറച്ചും കൂടി കാരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. മൗദൂദി പറഞ്ഞത് ഒന്ന്, നിങ്ങൾ ഇങ്ങനെ ഇസ്ലാമിൽ രാജ്യ അതിർത്തി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ല. ഇസ്ലാമിൽ രാജ്യ അതിർത്തി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ല. അതേസമയം നിങ്ങൾ നിൽക്കുന്ന ഇടം ഏതാണോ അത് ഇസ്ലാമിക വൽക്കരിക്കുക എന്നതാണ് ഇസ്ലാമിന്റെ രീതി എന്ന് പറഞ്ഞാണ് മൗദൂദി മാറി നിന്നത്. ഒന്നത്. രണ്ടാമത്തേത്, മൗദൂദി പറഞ്ഞു ഇങ്ങനെ ഒരു പാകിസ്ഥാനായി മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും തന്നെ ഇസ്ലാമിക നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് വരുന്ന ഒരു പാകിസ്ഥാൻ ആയിരിക്കില്ല. അതുകൊണ്ട് നമുക്ക് വേണ്ടത് ഇസ്ലാമിക രാജ്യമാണ്, അതിനുവേണ്ടിയാണ് നമ്മൾ നിലകൊള്ളേണ്ടത്. അതുകൊണ്ട് ഇപ്പൊ ഞാൻ പാകിസ്ഥാനോടൊപ്പം ഇല്ല എന്ന് പറഞ്ഞു നിന്നു. എന്നിട്ട് പിന്നെ അവസാനം പാർട്ടീഷൻ വന്നു കഴിഞ്ഞപ്പോ അവിടെ പാകിസ്ഥാനിൽ ഇസ്ലാമിക ഭരണമാക്കാൻ, അതായത് ഇസ്ലാമിക റിപ്പബ്ലിക് ആക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ചരട് വലികൾ നടത്തിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഈ പറയുന്ന മൗദൂദി. ഈ മൗദൂദിയാണ് ഇവിടെ വെളുപ്പിച്ചത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇത് കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. പിന്നെ 1971 യുദ്ധത്തിൽ പാകിസ്ഥാൻ അവിടെയുള്ള ജമാഅത്തെ ഇസ്ലാമിക്കാര് ഇപ്പുറത്ത് ഹിന്ദുക്കളെ കൊന്നു തള്ളിക്കൊണ്ടിരിക്കുമ്പോ അതിന് ഒത്താശ ചെയ്ത ആളുകളാണ് ഇന്ത്യയിലെ ജമാഅത്തെ ഇസ്ലാമി. അതിന്റെ വക്താവാണ് ഇവിടെ ഇരുന്ന് തള്ളുന്നത് എന്ന് നമുക്ക് അറിയുന്നതുകൊണ്ട് നിങ്ങൾക്ക് അത്ഭുതം ഉണ്ടാവുമായിരിക്കും. നമുക്ക് അത്ഭുതമൊന്നുമില്ല. കാരണം ഇത് പണ്ട് എങ്ങനെയാണ്, ഇവരുടെ വാല് ചൂണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇവരുടെ വാല് നിങ്ങൾ എത്ര കുഴലിൽ ഇട്ടാലും അത് നിവരില്ല. കാരണം അത് അൽ വാലാണ്. അത് അൽ കുഴലിൽ ഇട്ടാൽ മാത്രമേ അത് അങ്ങനെ തന്നെ ഇരിക്കുകയുള്ളൂ. അത് നിവരാൻ പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ തക്കിയ നിങ്ങൾ മനസ്സിലാക്കി, ഈ ലോകം തിരിച്ചറിയണം. ഇതുകൊണ്ടാണ് ഈ പറയുന്ന വ്യക്തികളെ ഇവരെത്ര മതേതരവാദികളാണെന്ന് പറഞ്ഞാലും ലോകം ഇവരെ സമ്മതിക്കാത്തത്, ഇവരെ ആ രീതിയിൽ കാണാൻ ഇവർക്ക് സാധിക്കാത്തത് അതുകൊണ്ടാണ്. കാരണം ഈ തക്കിയാണ് എപ്പോഴും എടുത്ത് പൊക്കിക്കൊണ്ട് നടക്കുന്നത്. ഒരു വാക്ക് പോലും പറയാൻ സമ്മതിക്കാതെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ല ഈ അസഹിഷ്ണുത. ഇത് തന്നെയാണ് ഇസ്ലാമിന്റെ രീതി. നിങ്ങൾക്ക് എതിരഭിപ്രായം പറഞ്ഞ ആളുകളെ കൊന്നു തള്ളിയിട്ടുള്ള ചരിത്രം മുഹമ്മദ് നബി ചെയ്തിട്ടുള്ളത് തന്നെയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൊല്ലാൻ പറ്റാത്തത് കൊണ്ട് ഇതേപോലെ ഇരുന്ന് പിടികൊടുത്തോണ്ടിരിക്കും. അതാണ് നമ്മളിവിടെ കാണുന്നത്. അതുകൊണ്ട് 0 അബ്ദുള്ളയോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഒരു പരിപൂർണ്ണമാകാൻ പോകുന്നില്ല. നിങ്ങൾ എത്രയൊക്കെ ജമാഅത്തെ ഇസ്ലാമിയെ വെളുപ്പിക്കാൻ നോക്കിയാലും അത് ഈ ഇന്ത്യയിൽ ഇനി നടക്കില്ല. കാരണം അത് ഇവിടെ വെളിച്ചത്ത് വന്നു കഴിഞ്ഞു എന്താണ് ജമാഅത്തെ ഇസ്ലാമി എന്നുള്ളത്. നിങ്ങളോട് പറഞ്ഞല്ലോ ബംഗ്ലാദേശിൽ ഇടപെട്ടത് ഇലക്ഷൻ, അതിനെ കുറിച്ച് ഇവിടെ ഓൾറെഡി സൂചിപ്പിച്ചു കഴിഞ്ഞു. എന്താണ് അതിന്റെ സംഗതി? നിങ്ങൾ അല്പമെങ്കിലും ചരിത്രം, അല്പമെങ്കിലും അതിന്റെ പിന്നാമ്പറം ഒന്ന് നോക്കിയിരുന്നെങ്കിൽ ആ വിഡ്ഢിത്തരം ഇവിടെ വിളമ്പുമായിരുന്നോ? ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ് യുദ്ധത്തിന് ഇറങ്ങിയത് എന്നുള്ളത് ഒരിക്കൽ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ഇനി വീണ്ടും ആവർത്തിക്കണോ? അതാ നമുക്ക് ചോദിക്കാനുള്ളൂ. അപ്പോ അതിലൊരു സമാധാനം, അത് ഇന്ദിരാഗാന്ധി ആയി എന്നുള്ളതാണ്. അത് എങ്ങാനും ഏതെങ്കിലും ഒരു BJP കാരനായിരുന്നു എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കൂ. അത് ഹിന്ദുക്കളെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി എന്ന് പറഞ്ഞല്ലേ ഇപ്പൊ നിങ്ങൾ ഇവിടെ പറയാ. അത്
ഇലക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് നുണ പറഞ്ഞെങ്കിൽ പിടിച്ചു നിൽക്കാൻ നോക്കുന്നത് എന്തുകൊണ്ടാണ്? അത് ഇന്ദിരാഗാന്ധി ആയതുകൊണ്ടും അത് കോൺഗ്രസ്സുകാരി ആയതുകൊണ്ടും അത് BJP കാരനായിരുന്നെങ്കിൽ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് BJP എന്തും ചെയ്യുമെന്ന് പറഞ്ഞത്. ഒരു കാര്യം കൂടി ഞാൻ ഇവിടെ പറയുന്നത് കണ്ട ഒരു കാര്യമാണ്. ഇവിടെ നമ്മൾ കണ്ടു, അതായത് നമ്മളുടെ വയനാട്ടിൽ നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നത് പ്രിയപ്പെട്ട അബ്ദുള്ള, സീറോ അബ്ദുള്ള, പ്ലീസ് നിങ്ങളൊന്ന് സമാധാനമായിട്ട് ഒന്ന് കേൾക്കുക. പോലെ ശബ്ദം ഒന്ന് നമ്മളുടെ പ്രിയങ്ക ഗാന്ധി എന്താ പറഞ്ഞത്? ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കൂ, അതായത് ഹിന്ദുക്കൾക്ക് വേണ്ടി മിണ്ടിയാൽ പ്രശ്നം, ഹിന്ദുക്കൾക്ക് വേണ്ടി മിണ്ടിയില്ലെങ്കിൽ പ്രശ്നം. ഇതെന്ത് കൂത്താണെന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ഇത് എവിടുത്തെ ന്യായമാണ്? നമ്മൾ പറയുന്നത് എന്താണ്? ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടെന്നല്ല, മനുഷ്യർക്ക് വേണ്ടിയിട്ട് മിണ്ടണം. അത് മിണ്ടുന്ന ആളുകളെ കൊണ്ട് നിങ്ങൾ മിണ്ടിക്കാൻ സമ്മതിക്കുന്നില്ല. എന്താ കാരണം? അവിടെ ജമാഅത്ത് ഇസ്ലാമി അവിടെയും നിങ്ങൾ നിങ്ങളുടെ ഈ തരത്തിലുള്ള ഈ പരിപാടി, ഈ തക്കിയ പരിപാടി, ഈ അറ്റംചെത്തിയ പരിപാടി അത് നിങ്ങൾ നിർത്തണം. നിങ്ങളുടെ കയ്യിലുള്ളത് ആ കൂടി കുറെ നുണകളാണ്. ഇസ്ലാം നമ്മൾ പറയുന്നത് ഇതുകൊണ്ടാണ്. ഇസ്ലാം എന്ന് പറയുന്നത് താങ്കളാണ് ഈ പാനലിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള വ്യക്തി. താങ്കളാണ് മറ്റുള്ളവർക്ക് മാതൃകയാവേണ്ടത്. ഇങ്ങനെ കലവില കൂട്ടാതെ. മോശമല്ലേ ഇത്? കാണുന്നവർ എത്ര പ്രേക്ഷകരാണെന്ന് അറിയോ? താങ്കൾ ആ യൂട്യൂബ് ഒന്ന് എടുത്ത് നോക്കിയേ, അതിനടിയിൽ വരുന്ന കമന്റ് ഒന്ന് വായിച്ചേ. താങ്കൾ ആ യൂട്യൂബിൽ വരുന്ന കമന്റുകളൊന്നും എടുത്ത് വായിച്ചു നോക്കിയേ. ഒരു മര്യാദ കാണിക്കുക, അല്പമെങ്കിലും മര്യാദ കാണിക്ക്. ഇടപെട്ടു എന്ന് പറഞ്ഞ് ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത്? താങ്കളോട് മര്യാദ കാട്ടൂല. താങ്കൾ ആങ്കറാണ്. താങ്കൾ ആങ്കർ ആണെങ്കിൽ താങ്കളുടെ പ്രായം വെച്ചാണ് ഞാൻ ആ ബഹുമാനവും ആദരവും തരുന്നത്. അല്ലെങ്കിൽ ഞാൻ പണ്ടേ ഇറക്കി വിട്ടിട്ടുണ്ടാവുമായിരുന്നു. പ്ലീസ് ദയവ് ചെയ്ത് സഹകരിക്കുക, ഇങ്ങനെ ബഹളം വെക്കാതെ. ഇത് കാണുന്ന നിരവധി പ്രേക്ഷകരുണ്ട്, അതുകൊണ്ട് ദയവ് ചെയ്ത് സഹകരിക്കുക. അബ്ദുള്ള സഹകരിക്കുക, പ്ലീസ്. വരാം ഇടവേളയ്ക്ക് ശേഷം. ഞാൻ മതിയാക്കി എനിക്കിനിയാവൂല. അതാണ് നല്ലത്. അബ്ദുള്ളക്ക് പോകാം. ഇതൊക്കെ നേരത്തെ പറയണ്ടേ? ഞങ്ങളുടെ ക്യാമറ ക്രൂവിനെ എന്തിനാണ് ബുദ്ധിമുട്ടിക്കുന്നത്? താങ്കൾക്ക് പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് തുറന്ന് പറയുക. പങ്കെടുക്കാമെന്ന് സമ്മതിച്ചുകൊണ്ടാണല്ലോ ക്യാമറ അയച്ചത്.